ഹലോ, ഇന്ന് വന്നിട്ട് ഞാനൊരു ബട്ടർഫ്ലൈ ഹെയർ ക്ലിപ്പാണ് കേട്ടോ മേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. ഇതിനു മുന്നേ ഞാൻ ഈ ഒരു ബട്ടർഫ്ലൈ ക്ലിപ്പ് ചെയ്തിട്ടുണ്ട്. ബട്ട് ഇതല്ല, ഇതിനേക്കാളും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഹെയർ ക്ലിപ്പ്. അതായത് നമുക്ക് ബട്ടർഫ്ലൈ തന്നെ ഡിഫറെൻറ്റ് മെത്തേഡിൽ ചെയ്തെടുക്കാം കേട്ടോ. ക്ലിപ്പിൽ മാത്രമല്ല, നമുക്ക് ബട്ടർഫ്ലൈയുടെ ഷേപ്സ് ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതൊരു നല്ലൊരു ഹെയർ ക്ലിപ്പാണ് കേട്ടോ. ഇത് കുഞ്ഞു കുട്ടികൾക്കാണെങ്കിലും വലിയ ആൾക്കാർക്കാണെങ്കിലും വലിയ ആൾക്കാർക്ക് ബാക്കിലൊക്കെ പിന്നിടുമ്പോഴും ഒക്കെ വലിയ ക്ലിപ്പിൽ വെച്ച് ചെയ്യാം. ഞാനിപ്പോൾ അൽഗേറ്റർ ക്ലിപ്പിൽ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് വലിയ ക്ലിപ്പ് ഉണ്ടല്ലോ, നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന വലിയ ക്ലിപ്പ്, നോർമൽ ക്ലിപ്പ്, അതിൽ വെച്ച് ചെയ്താലും നല്ല ഭംഗിയായിട്ട് നമുക്ക് ബാക്കിലൊക്കെ മുടി പിന്നിടുമ്പോഴൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ക്ലിപ്പാണ് കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ മേക്കിംഗ് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊന്ന് സബ്സ്ക്രൈബ്. അപ്പോൾ ഞാൻ ഈ ഒരു ക്ലോത്ത് ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഷേപ്സിൻ്റെ അതായത് ഇതിൻ്റെ മെഷർമെൻറ്റ് വന്നിട്ട്, ഇത് വലിയ ക്ലോത്തിൻ്റെ മെഷർമെൻറ്റ് വന്നിട്ട് 18 സെൻറ്റിമീറ്ററും ചെറുത് 12 സെൻറ്റിമീറ്ററിലുമാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇതിനെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നോർമൽ നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ ഇതിൻ്റെ ഒരു മിഡിൽ ഭാഗത്ത് വെച്ചിട്ട് മടക്കിയിട്ട് നമുക്ക് ഒന്ന് റൗണ്ടിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പിന്ന് വെച്ചിട്ടാണ് ഞാൻ, അതായത് സാറ്റിൻ ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ സ്ലിപ്പായി പോവും, അതുകൊണ്ട് ഞാൻ പിന്ന് വെച്ചിട്ടേ ചെയ്യാറുള്ളൂ. അപ്പോൾ നടുക്കൊരു ഗ്യാപ്പ് വിടണം നമുക്ക് തുണി നല്ല വശത്തേക്ക് പുറത്തെടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, നല്ല വശത്തേക്ക് മറിച്ചിട്ട് ഞാനൊന്ന് അയൺ ചെയ്തെടുത്തേ. ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഈ ഒരു ഗ്യാപ്പ് നമുക്കൊന്ന് റണ്ണിങ് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. റണ്ണിങ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ചെറുത് ഞാൻ റണ്ണിങ് സ്റ്റിച്ച് ചെയ്തെടുത്തു. അപ്പോൾ നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ മാക്സിമം സെയിം കളർ ത്രെഡ് തന്നെ വെച്ച് ചെയ്യാൻ നോക്കണം കേട്ടോ. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ പുറത്തോട്ട് കാണുമ്പോൾ ഭയങ്കര ബോറായിരിക്കും. പക്ഷേ ഞാൻ ഈ ഒരു കളർ ചേഞ്ച് എടുക്കാൻ കാരണം ഈ ഒരു പോർഷൻ നമുക്ക് ഒട്ടും വിസിബിൾ ആവാത്തൊരു ഭാഗമാണ് കേട്ടോ. കാരണം ഇത് മൊത്തം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു നടുഭാഗം കാണത്തില്ലല്ലോ, ആ ഭാഗം നമ്മൾ കവർ ചെയ്യുന്നുണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കളർ എടുത്തിട്ടുള്ളത്. എന്നാൽ പോലും നിങ്ങൾ മാക്സിമം സെയിം കളറിൽ തന്നെ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ക്ലോത്തിനെ ഞാൻ ചെയ്യുന്നത് പോലെ നിങ്ങളൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. അത് രണ്ട് വശത്തോട്ട് മറിച്ചിട്ടിട്ട് ഈ ഒരു രീതിയിൽ വേണം ഫോൾഡ് ചെയ്ത് കൊടുക്കാൻ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ ഭാഗത്ത് സ്റ്റിച്ച് കൊടുക്കണം. പതിവായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ കയ്യിലെ കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് റണ്ണിങ് സ്റ്റിച്ച് നടുഭാഗം മടക്കിയിട്ടൊന്ന് റണ്ണിങ് സ്റ്റിച്ച് കൊടുക്കുകയാണല്ലോ ചെയ്യുന്നത്. ഇതിൽ നമ്മൾ ആദ്യമേ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ആ ഫോൾഡിൻ്റെ മുകളിലൂടെ മാത്രമായിട്ടാണ് നമ്മൾ തുന്നി കൊടുക്കുന്നത് കേട്ടോ. അതിനുശേഷം ഈ രണ്ട് പോർഷൻസും, അതായത് രണ്ട് പാർട്ടുകളും നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കണം. അതിനുവേണ്ടി ഞാനൊരു ക്ലോത്ത് മുറിച്ചിട്ട് നടുഭാഗത്ത് നമ്മൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. അതിനൊരു നിങ്ങൾക്കൊരു 10 സെൻറ്റിമീറ്ററിൽ ലെങ്ത്തിലും 2.5 സെൻറ്റിമീറ്റർ വിഡ്ത്തിലും ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ബട്ടർഫ്ലൈ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പിറകിലോട്ട് ഈ ഒരു ക്ലിപ്പ് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് കുത്തിയെടുത്താൽ മാത്രം മതി. ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോയിലൊക്കെ ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർക്കൊക്കെ ഈ ഒരു കാര്യം അറിയായിരിക്കും. ഇനി പുതുതായി കാണുന്ന ആൾക്കാർ ഇത് ഈ ഒരു മെത്തേഡിൽ ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ബട്ടർഫ്ലൈ ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ബട്ടർഫ്ലൈനെ കൂടുതൽ സ്റ്റൈലിഷ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വർക്കൊക്കെ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിലോട്ട് ഈ ഒരു 2mm ബീഡ്സ് നമുക്കൊന്ന് വെച്ചിട്ടൊന്ന് ഇതിനൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിത് ഈ ഒരു ഡിസൈനിലോട്ടായിട്ടാണ് വെച്ച് കൊടുക്കാൻ പോകുന്നത്. ഈ ഒരു ഭാഗം വൈറ്റ് ബീഡ്സ് വെച്ചിട്ട് തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കാൻ പോകുന്നുണ്ട്. അതുപോലെ തന്നെ നെക്സ്റ്റ് സൈഡിലും നമ്മൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു രീതിയിൽ കൊടുക്കാനാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ബട്ടർഫ്ലൈ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഒരു രീതിയിൽ ബട്ടർഫ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ബാക്കിയുള്ള വർക്കുകളൊക്കെ നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് രീതിയിലാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ അതുപോലെ ഒരാളും ചെയ്തെടുത്താൽ മതി. അപ്പോൾ നെക്സ്റ്റ് ഞാനൊരു സെയിം സൈസിലുള്ള ഒരു ഗ്രീൻ കളർ ബീഡ്സ് 4 എണ്ണം ഇവിടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു കോർണറിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. രണ്ട് സൈഡിലും സെയിം മെത്തേഡിൽ സെയിം ഡിസൈനിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കുന്തൻ സ്റ്റോൺ എടുത്തിട്ടുണ്ട്. ആ ഒരു സ്റ്റോൺ വന്നിട്ട് ഗ്രീൻ കളറിലാണ്, അതിൻ്റെ ബോർഡർ വന്നിട്ട് ഒരു ഗോൾഡൻ കളറാണ് കേട്ടോ. അപ്പോൾ അത് റാൻഡമായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരുപാടൊന്നും കൊടുക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് റാൻഡമായിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ ബട്ടർഫ്ലൈയുടെ മുകളിൽ കാണുന്ന പുള്ളികളില്ലേ, അതുപോലെ ഒന്ന് റാൻഡമായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കഴിഞ്ഞാൽ നമ്മുടെ ബട്ടർഫ്ലൈ ഇവിടെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഡിസൈനിലുള്ള ബട്ടർഫ്ലൈ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇത്ര മാത്രമേ ഉള്ളൂ. നമുക്കിനി നെക്സ്റ്റ് ഒരു ഹെയർ ആക്സസറി ആയിട്ട് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിലും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ പുതുതായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ. താങ്ക് യു.